പ്രൈസ് ലോർഡ് മക്കളെ, ഇപ്പോൾ എല്ലാവരും യുദ്ധത്തിൻ്റെ ആ ഒരു ഈറ്റുനോവിൽ നിൽക്കുകയാണ്. മൂന്നാം ലോക മഹായുദ്ധം വേഗത്തിൽ വരാനുള്ള എല്ലാ സാധ്യതകളും ഒരുക്കുന്നു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം എന്താണോ ഈ ഭൂമിയിൽ ആഗ്രഹിച്ചത് അത് തന്നെ സംഭവിക്കും. ഈ ഭൂമി ദൈവം ഉണ്ടാക്കിയത് മനുഷ്യന് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു കാലം വരെ, ഒരു കാലം നിശ്ചയിച്ചിട്ടുണ്ട്. അതിനപ്പുറം 9 മാസം 10 ദിവസത്തിൽ കൂടുതൽ ഒരു കുഞ്ഞിന് ഗർഭപാത്രത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ തന്നെ ഈ ഭൂമിയിൽ എല്ലാവർക്കും എന്നും ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമല്ല. 120 വയസ്സ് വരെ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പോയേ പറ്റൂ. അപ്പം നമ്മുടെ ദൈവദാസന്മാർക്ക്, ദാസികൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. ഇവർ ബൈബിള് വായിക്കുന്നില്ലേ? അറിയാം. പക്ഷേ കണ്ണിന് മങ്ങലേക്കുമ്പോൾ, ദ്രവ്യം കാണുമ്പോൾ, ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വർദ്ധിക്കുമ്പോൾ കർത്താവ് അങ്ങ് മങ്ങിപ്പോകും, നിത്യത മങ്ങിപ്പോകും. പിന്നെ ഭൂമിയിലുള്ളത് ചില വിഷയങ്ങളായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ നമ്മൾ നോക്കുന്നത് യുദ്ധം അറിയാവുന്ന ഒരു എഫ്രൈമാണ്. ജോസഫിൻ്റെ മക്കളാണ് അവർ. ഈ എഫ്രൈമിൻ്റെ ഗോത്രം യുദ്ധം അറിയാം, പക്ഷേ അവർക്ക് യുദ്ധത്തിന് ആയുധമില്ലാഞ്ഞിട്ടാണോ? അല്ല, അവർ പേടിച്ചോടുകയാണ്. ഇന്ന് നമ്മൾ കാണുന്നത് ഇത് തന്നെയാണ്. കാരണം ഇവർക്കെല്ലാം യുദ്ധം ചെയ്യാൻ പേടിയാണ്. അൺവാണ്ടഡ് ആയിട്ടുള്ള പലരുമായിട്ടുള്ള സംസാരങ്ങൾ കാരണം പേടിച്ചിരിക്കുകയാണ്. ഈ എൻഡ് ടൈമിൽ ദൈവത്തിൻ്റെ കൂടെ നടന്ന് ധൈര്യത്തോടുകൂടി ഒരു ജനതയെ എഴുന്നേൽപ്പിക്കേണ്ട ആളുകളെല്ലാം ഇന്ന് മിണ്ടാതിരിക്കുകയാണ്, പേടിച്ചിരിക്കുകയാണ്. എന്തിനാണ് പേടിച്ചിരിക്കുന്നത്? സങ്കീർത്തനം 78 അധ്യായത്തിൻ്റെ 9 വാക്യത്തിൽ പറയുന്നു, ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രേമ്യർ യുദ്ധ ദിവസത്തിൽ പിരിഞ്ഞുപോയെന്ന്. ഹല്ലേലൂയ. അവരായുധം ധരിച്ചിട്ടുണ്ട്. അവർക്ക് ആയുധമില്ലാഞ്ഞിട്ടല്ല, അവർക്ക് യുദ്ധം ചെയ്യാൻ അറിയാം. പക്ഷേ വില്ലാളികളുമാണ് അവർ. യുദ്ധത്തിൻ്റെ ആ യഥാർത്ഥമായ യുദ്ധം വന്നപ്പോൾ ചെറിയ ചെറിയ യുദ്ധത്തിലൊക്കെ ജയിക്കാൻ പറ്റി. പക്ഷേ വലിയ യുദ്ധം വരുമ്പോൾ ഓടി ഒളിക്കുന്ന ഒരു കൂട്ടം പ്രവാചകന്മാരും പ്രവാചികകളും ദൈവദാസന്മാരും ദൈവദാസികളും, ഇവരെയൊക്കെ ഒന്ന് എംപവർ ചെയ്യുവാനായി, ഒന്ന് ഉണർത്തുവാനായി, ഒരു സ്റ്റെപ്പ് കൂടി എഴുന്നേൽപ്പിക്കുവാനായിട്ടാണ് ഈ ഒരു സന്ദേശം ഇന്ന് ഞാൻ നിങ്ങളോട്. ആരോടും എനിക്ക് ഒരു വിരോധവുമില്ല. പക്ഷേ അടങ്ങിയിരിക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനകളുടെ സ്റ്റൈലൊന്ന് മാറണം. അത്ഭുതങ്ങളുടെ താക്കോലല്ല യേശു കർത്താവെന്ന് അറിയണം. അത് അമൃതാനന്ദമായിട്ട് എടുത്തു പോകാം. നമ്മളിപ്പോൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിലുള്ള അനേക ദൈവങ്ങളും ദേവന്മാരും ഉണ്ട്. അവരൊക്കെ അത്ഭുതങ്ങൾ ചെയ്യുന്നവരാണ്. പക്ഷെ നമ്മളെ വിളിച്ച ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും വചനത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കർത്താവിലേക്കാണ് അവരെ നോക്കേണ്ടത്. ഫിലിപ്പോസ് നഥേലിനെ യേശു കർത്താവിലേക്ക് കൊണ്ടുവന്നതുപോലെ നമ്മൾ എത്ര പേര് പേഴ്സണൽ പ്രെയർ ചെയ്യുകയും യുദ്ധം ചെയ്യുവാൻ അറിയുകയും ചെയ്യുന്ന എത്ര സഹോദരന്മാരെ പാസ്റ്റേഴ്സിനെ നമ്മൾ വളർത്തിയിട്ടുണ്ട്? ഇന്നത്തെ ചോദ്യമാണ്. അനേക പേർക്ക് കർത്താവിനേക്കാൾ ഉപരിയായി ലോകത്തിനെയാണ് അവർക്ക് കാണിച്ചു കൊടുക്കാനുള്ളത്. ഷെയിം ഓൺ യു പാസ്റ്റേഴ്സ്. ഹല്ലേലൂയ. ഭയങ്കരമായിട്ട് നമ്മൾ അട്ടഹസിക്കുകയാണ്, ഭയങ്കരമായിട്ട് നമ്മൾ ബഹളം വയ്ക്കണം, ആളുകളെ കൂട്ടുകയാണ്. എങ്ങനെയാ വശീകരിക്കണം? ദ്രവ്യം, വശീകരണം, ന്യായപ്രമാണം, ഇതിലെല്ലാം പിടിച്ചിട്ടിരിക്കുകയാണ് ജനങ്ങളെ. സോ എഫ്രൈം ആരാണെന്ന് നമുക്ക് നോക്കാം. എഫ്രൈം എന്ന് പറയുമ്പോൾ, എഫ്രൈം ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ എഫ്രൈമിനെ കുറിച്ച് നോക്കുമ്പോൾ, എഫ്രൈം ജോസഫിൻ്റെ മകനായിരുന്നു. യാക്കോബ് എഫ്രൈമിന് പ്രത്യേക ഒരു അനുഗ്രഹം നൽകിയിരുന്നു. എഫ്രൈം ശക്തിയുള്ളവനായിരുന്നു, ഫലപ്രദമായ ഇസ്രായേലിൽ ആത്മീയ പ്രാധാന്യമുള്ള ഗോത്രമായിരുന്നു. അവർക്ക് യുദ്ധം അറിയാമായിരുന്നു, അവർക്ക് ആയുധങ്ങൾ ഉണ്ടായിരുന്നു, അവർ പരിശീലനം നേടിയവരായിരുന്നു. പക്ഷെ യുദ്ധം വന്നപ്പോൾ അവർ പിന്നോട്ട് തിരിഞ്ഞു. എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ തന്നെ പറ. കാരണം അവരുടെ ഹൃദയം പൂർണ്ണമായിട്ടും ദൈവത്തിലല്ലായിരുന്നു. പൂർണ്ണമായിട്ട്, ഇന്നലെ നമ്മൾ നോക്കിയത് ഗലാത്യ ലേഖനം 5 പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് പറ്റുമോ? പൂർണ്ണമായിട്ട്. അവരുടെ ഹൃദയം പൂർണ്ണമായിട്ട് ദൈവത്തോടല്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന ഓരോ ദൈവദാസന്മാരോടും ചോദിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയം നിങ്ങളൊന്ന് ശോധന ചെയ്യാമോ?
നല്ല പോർ പൊഴുത് ഓട്ടം തികച്ചു, നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു പറയാനുള്ള ധൈര്യമുണ്ടോ? ആളുകളെ പറ്റിക്കാൻ വേണ്ടി നമുക്ക് പലതും ചെയ്യാൻ പറ്റും. അത്ഭുതങ്ങളും അടയാളങ്ങളും, വിളിച്ചാൽ ബ്ലെസ്സിങ്ങും, ആ രോഗത്തിന് സൗഖ്യം, ഈ രോഗത്തിന് സൗഖ്യം, ആ കുടുംബ പ്രശ്നം, ഇതിനു വേണ്ടിയിട്ടാണോ നിങ്ങളെ ആക്കിയിരിക്കുന്നത്? ഒരു മീഡിയേറ്റർ ഉണ്ട്. ആ മീഡിയേറ്ററിനെ കുറിച്ച് അറിയാമോ? യേശു കർത്താവ്. മറിയയുടെ ആ സ്നേഹം ഒന്ന് അറിഞ്ഞിട്ടുണ്ടോ? മറിയയുടെ സ്നേഹം എന്തെന്ന് പറഞ്ഞാൽ, അവൾ യേശു കർത്താവിനെ കല്ലറയ്ക്കൽ ഓടിച്ചെല്ലുകയാണ്. മറിയെക്കുറിച്ച് നമ്മൾ നോക്കുന്നുണ്ട്. അവളുടെ ആ സ്നേഹം, അവൾ യേശുവിനെ കെട്ടിപ്പിടിക്കാൻ ചെല്ലുകയാണ്. യേശു പറഞ്ഞു എന്നെ തുടരുതെന്ന്. ആ പ്രേമം, ആ സ്നേഹം നമുക്കുണ്ടോ? 24 hours ഉണ്ടായിരിക്കണം. അല്ലാതെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു, പിന്നെ തണുത്തു പോകുന്നതല്ല. പിന്മാറ്റത്തിലാണ് അനേക ദൈവദാസന്മാർ. നമുക്കറിയില്ല, ഉള്ളി ഷോ ഓഫ്. കാരണം പൈസയും പദ്ധതിയും എഡ്യൂക്കേഷനും ആൾക്കൂട്ടവും പെരുപ്പവും കോൺഗ്രിഗേഷനും സഭയും ഒക്കെ ആയിക്കഴിയുമ്പോൾ നമ്മളുടെ വിചാരം നമ്മളാണ് ഈ ലോകത്തെ ഉണ്ടാക്കിയെന്ന ഫോഷത്വം. അതിൻ്റെ കൂടെ പോകുന്നവരും ഫോഷത്വം. നിങ്ങൾ ദൈവത്തിനെ, സൃഷ്ടാവിനെ അറിയണം, ഭയക്കണം, അവനിലേക്ക് മടങ്ങണം. സകല ജാഗ്രതയോടും നിങ്ങളുടെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. സങ്കീർത്തനം 78 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ 9 വായിച്ചു. ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രേമ്യർ യുദ്ധ ദിവസത്തിൽ പിരിഞ്ഞുപോയി. കാരണം അവര് നിയമം പ്രമാണിച്ചില്ല, നിയമം അങ്ങ് മറന്നുപോയി. ഇറങ്ങിത്തിരിച്ചപ്പോൾ അവർ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ച് നടന്നു. ഉപേക്ഷിച്ചു, പ്രമാണിച്ചില്ല, നടന്നു. ഇല്ലാതെ ന്യായപ്രമാണം ഉപേക്ഷിച്ചിട്ട് നടന്നു. അവർ അവൻ്റെ പ്രവൃത്തികളെയും അവരെ കാണിച്ച അത്ഭുതങ്ങളെയും മറന്നു കളഞ്ഞു. ഹല്ലേലൂയ. അവർ മിസ്രൈം ദേശത്ത് സോവർ വയലിൽ വെച്ച് അവരുടെ പിതാക്കന്മാർ കാണുകെ അത്ഭുതം പ്രവർത്തിച്ചു. അവർ സമുദ്രത്തെ വിഭാഗിച്ചു, അതിൽ കൂടി അവരെ കടത്തി. അവൻ വെള്ളത്തെ ചിറ പോലെ നിൽക്കുമാറാക്കി. പകൽ സമയത്ത് അവൻ മേഘസ്തംഭം കൊണ്ട്, രാത്രി മുഴുവൻ അഗ്നിപ്രകാശം കൊണ്ടും അവരെ നടത്തി. അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്ന് ആഴികളിൽ എന്ന പോലെ അവർക്ക് ധാരാളം കുടിപ്പാൻ കൊടുത്തു. അങ്ങനെ താഴേക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത ഈ ദൈവത്തെ, അവൻ്റെ ന്യായപ്രമാണത്തെ പാലിക്കുവാൻ അവർക്ക് കൊടുത്തപ്പോൾ അവർക്ക് അത് സാധിച്ചില്ല. കാരണം അവരുടെ ഹൃദയം വേറെ എവിടെയോ പോയി. നമ്മുടെ ദൈവദാസന്മാരുടെയും ഹൃദയം വേറെ എവിടെയോ പോയിരിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹത്തെ, പ്രേമത്തെ വെച്ചിട്ട് എത്ര പേർക്ക് ധൈര്യമുണ്ട് ഉത്തമഗീതം ഗ്രഹിക്കാനായിട്ട്? എന്നും ഓരോരുത്തരും ഇതിടരുത്, അതിടരുത്, ഇത്. അവൻ്റെ ഉള്ളത്തിൽ ആത്മാവ് വരുമ്പോൾ പരിശുദ്ധാത്മാവ് അവനെ നയിക്കും. എല്ലാ മനുഷ്യനെയും അവൻ്റെ ജീവശ്വാസത്തിലാണ്, അവൻ്റെ ജീവശ്വാസമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ബഹളം പിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുക, സത്യം സംസാരിക്കുക അവസാനം വരെ. എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞു സത്യം സംസാരിക്കുക. നമ്മൾ എന്തിനാണ് ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നത്? നിങ്ങൾ ഭൗതിക വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും ഭൗതികമാണ് വേണ്ടത്, അനുഗ്രഹമാണ് വേണ്ടത്. ഭൗതികവും അനുഗ്രഹവും സ്റ്റേറ്റസും എഡ്യൂക്കേഷനും നല്ല വിവാഹവും ഇത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിനാണോ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത് നിങ്ങൾ പറയാൻ തുടങ്ങിയത് കൊണ്ടല്ലേ എല്ലാവരും അതിൻ്റെ പുറകെ പോകുന്നത്. നമ്മൾ നിർത്തുകയാണ്. ഇല്ല, ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയല്ല. നിങ്ങളുടെ ആത്മീയ വർധന. പൗലോസ് എവിടെയാണ് ഈ ഭൗതികത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്? യേശു കർത്താവ് പറഞ്ഞോ ഭൗതികത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ? ഓവർകം ദ വേൾഡ്. അതിന് ഇഷ്ടം നമ്മളോടാണ്. നിങ്ങൾക്ക് നാണമില്ലേ? ഓരോരുത്തരോടും ചോദിക്കുകയാണ്. അവരുടെ പ്രശ്നം അവർക്ക് അനുസരണമില്ല, അവർക്ക് വിശ്വസ്തതയില്ല, വിഭജിക്കപ്പെട്ട ഒരു ഹൃദയം. ആത്മീയത്തിൽ ഫുള്ള് കലർപ്പായിരുന്നു. ഏതാണ് ശരി, ഏതാണ് തെറ്റെന്ന് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഹോശേയുടെ പുസ്തകത്തിലും ഇത് തന്നെ എഴുതിയിരിക്കുന്നത്. എഫ്രൈമിൻ്റെ അവസ്ഥ ദൈവം പറയാണ്, എഫ്രൈം ജാതികളോടുകൂടെ കലർന്നുപോയി. അതാണ് അവർക്ക് വന്ന തെറ്റ്. എഫ്രൈം ജാതികളോടുകൂടെ കലർന്നുപോയി. എഫ്രൈമിന് പറ്റിയ തെറ്റിതാണ്. കാരണം അവർക്ക് ലോകവും വേണം, ദൈവവും വേണം. കാരണം ഇതൊക്കെ വിട്ടിട്ട് എങ്ങനെ പോകും? കാരണം സ്വർഗീയമായതിനെ കാണുന്നില്ലല്ലോ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ 22-ാം അധ്യായമൊന്നും കാണുന്നില്ലല്ലോ. ബാക്കി അധ്യായങ്ങളൊക്കെ കണ്ടു. ഇവിടെ അങ്ങ് കെട്ടിപ്പിടിച്ച് കിടക്കാനായിട്ടുള്ള ബഹളങ്ങളാണ് നമുക്ക് സഭയും വേണം, ലോകസുഖവും വേണം, പ്രാർത്ഥനയും വേണം, ജഡവും വേണം. എല്ലാവരുടെയും അനുസരിച്ച് നമ്മൾ സുഖിപ്പിച്ചങ്ങ് പോകണം. ഒരു കലർപ്പാണ് നമ്മുടെ എല്ലാവരുടെയും ആത്മീയ ജീവിതത്തിന്റെ ശക്തി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നല്ല പറഞ്ഞത്. നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെ നമ്മളെ പിന്തുടരും, അവസാനം വരെയും പിന്തുടരും. അത് ചോദിക്കുകയും വേണ്ട, നിനക്കുകയും വേണ്ട, അതിനപ്പുറം ദൈവം തരുമെന്നാ.
ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നിന്നെ ജയോത്സവമായി നടത്താൻ ശക്തനായവൻ അവനെ ഒന്ന് ആശ്രയിക്കുക, അവനെ ഒന്ന് അറിയുക, അവനിലൊന്ന് രസിക്ക്. ബാക്കിയെല്ലാം കർത്താവ് തന്നു. ഇല്ലെങ്കിലും അവന് ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. കാരണം അവൻ അറിയാം ഈ ഭൂമി എക്സിസ്റ്റിംഗ് അല്ല എന്ന്. ചന്ദ്രനെ വരെ പോകാൻ പറ്റുമായിരിക്കും, പക്ഷേ ദൈവമാക്കിയിരിക്കുന്ന മനുഷ്യനെ ഈ ഭൂമിയിലാണ്. നമ്മളുടെ ഒരു ചോദ്യമാണ്, മേരി മഗ്ദലിൻ അവളൊരു പ്രത്യേകതയുള്ളവളായിരുന്നു. കാരണം യേശു അവളിൽ നിന്നും അവൾക്ക് 7 ഭൂതങ്ങൾ ഉണ്ടായിരുന്നെന്ന് ബൈബിള് പറയുന്നുണ്ട്. യേശു അവൾക്ക് വേണ്ടി ചെയ്തത് എന്താണെന്നുള്ള ആ ഒരു ആഴത്തിലുള്ള എസൻസ്, ആ ട്രൂത്ത് മറിയയുടെ അകത്ത് വ്യാപരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ജീവിതത്തിൽ അത് അവളുടെ നാഡി ഞരമ്പുകളിൽ, അവളുടെ ഉച്ചി മുതൽ ഉള്ളം കാൽ വരെയും അവളുടെ ഉള്ളത്തിൽ ആ പ്രേമമുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നടന്നു പോയി ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. അവളുടെ ആ സ്നേഹം ആ കാലത്ത് ഓർത്തു നോക്കിക്കോ. നമ്മളൊക്കെ എന്തുവാ, നമ്മൾ ഷോ ഓഫ് ചെയ്യുന്നുണ്ട്, അയ്യോ ഞങ്ങൾ ഇങ്ങനെയാണ്. പക്ഷെ എന്നാലും നമ്മൾ ആളുകൾക്ക് വേണ്ടി, ബ്ലെസ്സിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവിടെയാണ് നമ്മുടെ തെറ്റ്. യേശു കർത്താവ് അവളുടെ ജീവിതത്തിൽ ചെയ്തത് എന്താണെന്ന് മറിയയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവൾ യേശുവിനെ അത്ര ആഴത്തിൽ നമുക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞത്. നമുക്കങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മളതോ നമ്മുടെ മൈൻഡ് ആ ഈറ്റുനോവിനുള്ള ആത്മഭാരമാണോ, അതോ ലോകത്തിനുള്ള ആരെയൊക്കെ എങ്ങനെയൊക്കെ? ഈ ഭൂമി നമ്മളൊന്ന് ശോധന ചെയ്യേണ്ട സമയമാണ്. എവിടെയൊക്കെയോ നമ്മൾ മിസ്റ്റേക്ക് ആയിട്ടുണ്ട്. കറക്റ്റ് അലൈൻമെന്റിലേക്ക് വരിക. കാരണം ഇതൊരു ഭയങ്കര യുദ്ധമാണ്. എഫ്രൈം ഓടേണ്ടവരല്ല നമ്മൾ. യുദ്ധം അറിയാവുന്നവരാ നിങ്ങൾ. പക്ഷെ നിങ്ങൾ അത് ചെയ്യുന്നില്ല, പഠിപ്പിക്കുന്നില്ല, ഒരു ജനത്തെ എഴുന്നേൽപ്പിക്കുന്നില്ല, അവരെ തളർത്തുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളിൽ എത്ര പേര് ജനത്തെ കർത്താവിനോട് കണക്ട് ചെയ്യുന്നുണ്ട്? അവസാനം വരെ പിടിച്ചു നിൽക്കാനുള്ള ശക്തി ഉണ്ടോ നമ്മുടെ സഭയ്ക്ക്? ഹല്ലേലൂയ. ലോകത്തിലിരിക്കുന്ന മനുഷ്യർ അവരുടേതായ കാര്യങ്ങളിൽ, അവരുടെ സ്റ്റഡീസിൽ, അവരുടെ കാര്യങ്ങൾ അവർ എംപവർ ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ അതിനു വേണ്ടിയിട്ടല്ല വിളിച്ചത്. നമ്മൾ സെപ്പറേറ്റഡ്. ഇതാണ് സെപ്പറേറ്റ് ജനം. അല്ലാതെ ഷോ ഓഫ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അത് അങ്ങനെയുള്ളതല്ല. കമ്മലിടാത്തതല്ല, വെള്ളയുടുപ്പിട്ടതല്ല, മീശ വടിച്ചതല്ല, ബൈബിളും പിടിച്ചുകൊണ്ടു ഫോട്ടോ എടുത്തതല്ല. നോ, ദിസ് ഇസ് സംതിങ് ഡിഫറെന്റ്. ദിസ് ഇസ് എസെൻസ്. അത് പ്രേമത്തെ ഇളക്കരുതെന്ന് പറയുന്ന ഒരു ആഴം നമ്മുടെ സഭകളിലെ ജനത്തിനുണ്ടോ? എന്തുകൊണ്ടാണ് അവർ മയക്കുമരുന്നിനും കഞ്ചാവിനും ഗേയ്ക്കും സെക്സിനും ഹോമോസെക്സിനും ഉള്ള ലെസ്ബിയനും ആകുന്നത്? എന്തുകൊണ്ടായിരിക്കും? പണത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങളിലേക്ക് ഓടുന്നു, അവിടെ ചെയ്യുന്നു, ഇവിടെ ചെയ്യുന്നു. അവർക്ക് ദൈവം ഒന്നുമില്ല. കൺസെപ്റ്റ് മാറിപ്പോകുന്നു. എവിടെ പോയാലും ആ റൂട്ട് മാറിപ്പോകുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾ അവരെ യുദ്ധം പഠിപ്പിക്കുന്നില്ല. സ്തോത്രം. യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാ ശക്തിയെ പുതുക്കുന്നത്. അല്ലാത്തൊരു കാത്തിരിക്കാൻ ഇന്ന് നമുക്ക് പറ്റത്തില്ല. കാരണം ഉടനെ നമ്മൾ വിളിക്കും, പ്രാർത്ഥിക്കാം, മാറ്റാം. ഇന്ന പാസ്റ്ററിനെ വിളി, അന്ന പാസ്റ്ററിനെ വിളി. ഹല്ലേലൂയ. ഷെയിം ഓൺ യു പാസ്റ്റേഴ്സ്, ഷെയിം ഓൺ യു. മറ്റുള്ളവരൊക്കെ മറിയെക്കാട്ടിൽ വ്യത്യസ്തമാകാൻ കാരണം എന്ന് പറഞ്ഞാൽ അവരൊക്കെ അത്ഭുതങ്ങളുള്ള യേശുവിനെ അനുഗമിച്ചത്. പക്ഷേ മറിയയുടെ ജീവിതത്തിൽ മറിയ അവളെ അകത്ത് ആ യേശുവിനെ അനുഭവിക്കുകയായിരുന്നു. യേശു മരിച്ചപ്പോഴും അടക്കപ്പെട്ടപ്പോഴും അവളുടെ ഹൃദയത്തിൻ്റെ ആ വേദന എങ്ങനെ അവനെ ഒന്ന് കാണാൻ പറ്റും? നഷ്ടപ്പെടലിൻ്റെ വേദന ഭയങ്കരമാണ്. നമുക്ക് ആരെങ്കിലും ഓപ്പോസിറ്റിനെ കുറിച്ചായിരിക്കും, വേറെ എന്തിനും നമ്മുടെ മക്കളെ കുറിച്ചായിരിക്കും ഇറ്റുന്നോവ്. നിങ്ങൾ തന്നെ ശോധന ചെയ്യൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, സ്വത്തിനെക്കുറിച്ച്, മറ്റവരെക്കുറിച്ച്, കൊച്ചുമോനെക്കുറിച്ച്, ഇതല്ലേ നമ്മുടെയൊക്കെ വേദനകൾ? അയ്യോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ whatever it is, വ്യക്തിത്വമാണ്. നമ്മൾ വിചാരിക്കുന്ന അതാണ് യഥാർത്ഥ സ്നേഹമെന്നാണ്. ശിഷ്യന്മാര് 11 പേരും ഓടി ഒളിച്ചപ്പോഴും ഈ മറി എന്ന സ്ത്രീയുടെ ആ ധൈര്യമൊന്ന് നിങ്ങൾ എടുത്ത് പറയണം. യേശു കർത്താവിൻ്റെ തലയിൽ തൈലം ഒഴിച്ച് ശവസംസ്കാര ശുശ്രൂഷ ചെയ്യാൻ ഒരു മറിയെ ദൈവം ഉപയോഗിച്ചെങ്കിൽ ഇതിനെക്കുറിച്ച് എല്ലായിടത്തും പറയുന്നു പറഞ്ഞിട്ട് നിങ്ങളിൽ എത്ര പേര് പറയുന്നുണ്ട്? ഇപ്പം അറിയാമോ അതൊക്കെ? മത്തായി സുവിശേഷം 26-7 വാക്യവും മർക്കോസ് 14-3 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. അത് അവസാനം വരെ എവിടെയെല്ലാം സുവിശേഷം എന്തോ അവിടെയെല്ലാം പറയുന്നത്. നമ്മളിൽ എത്ര പേര് പി ജി വർഗീസ് പറഞ്ഞിട്ടുണ്ട്? അല്ലെങ്കിൽ ഈ പറയുന്ന ദേവദാസൻ, ആ പറയുന്ന ദേവസ്വം, ഇവർ നിങ്ങൾ സഹോദരി എത്ര പേര് പറഞ്ഞിട്ടുണ്ട്? പറ. അവളുടെ ആ സ്നേഹം അവൾ കാണിക്കാൻ ഓടി ചെല്ലുകയാണ് അവനെ കെട്ടിപ്പിടിക്കാനായിട്ട്. കാരണം കൂടെ നടന്ന യേശു കർത്താവ്, അത്ഭുതം ചെയ്ത യേശു കർത്താവ്, സ്നേഹിച്ച യേശു കർത്താവ്, കൂടെ നിന്ന് ഭക്ഷിച്ച യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് അവൾ ഓടി വരികയാണ്. അവിടെയാണ് ഒരു ട്വിസ്റ്റിങ് നമ്മുടെ പാസ്റ്റേഴ്സിന് ഉണ്ടാവേണ്ടത്.
ഈ ഒരു റെവലേഷൻ നമ്മുടെ ജനത്തിന് കിട്ടിക്കഴിഞ്ഞാൽ അവർ യുദ്ധം പഠിക്കും. കാരണം നമ്മൾ ശരീരത്തിലിരുന്നപ്പോൾ ചെയ്തതിനാണ് നമുക്ക് സ്വർഗത്തിൽ പ്രതിഫലമുള്ളത്. ആണോ? നമ്മൾ കിരീടം പ്രാപിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ നമ്മൾ ഭൗതികമായ നന്മകൾ ചെയ്ത് ഓടിയത് കൊണ്ടാണോ? അല്ല. സൃഷ്ടാവിനെ അവസാനം വരെയും അവനെ സ്നേഹിക്കുന്നവർക്ക്, അവന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്തവർക്ക്, അല്ലാതെ മിറക്കിൾ ചെയ്തവരെ ഞാൻ അറിയുന്നില്ലെന്ന കർത്താവ് പറഞ്ഞത്. നമ്മൾ അതിനാ ഫോക്കസ് ചെയ്യുന്നത്. റിലേഷൻഷിപ്പിനെ നമ്മൾ, യൂണിയനെ നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ട് നമ്മൾ എഫ്രൈമിനെ പോലെ മറ്റ് ലോകത്തിലേക്ക് കണക്റ്റഡ് ആവുകയാണ്. യോഹന്നാൻ 20:17 പറയുന്നു, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ലെന്ന് യേശു പറഞ്ഞു. അത് യേശു കർത്താവും അവൾ കെട്ടിപ്പിടിക്കാൻ ചെന്നായിരിക്കും. അവൾ അവനെ പഴയതുപോലെ, അവളുടെ ആ സ്നേഹമൊന്നും ഒരു നിമിഷത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. എവ്രി ഡേ അതായിരിക്കണം നമ്മുടെ റിലേഷൻഷിപ്പ്. എവ്രി മോർണിംഗ് വെൻ യു റൈസ് അപ്പ്, അവൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലണം, അവനിൽ ഹൃദയം പകരണം. പറ്റുമോ? നമ്മൾ അതിനുവേണ്ടി അവരെ എംപവർ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ തലമുറകളെ. അത് നമ്മുടെ കുടുംബത്തിന് മാറ്റം നോക്കിയിരിക്കുകയാണോ? നമ്മുടെ കൺസെപ്റ്റ് പോയോ? ആദ്യ സ്നേഹം വിട്ടുപോയോ? യേശു മറിയെ തള്ളിയതല്ല അവിടെ. അവളെ ദൈവം, യേശു കർത്താവ് അവൾക്ക് ബോധം കൊടുക്കുകയാണ്. എന്തുവാണ്? ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ഞാൻ പഴയ ശരീരത്തിലിരുന്ന യേശു അല്ല ഇപ്പോഴേ. ഐ ആം റിസറക്റ്റഡ്. ഹല്ലേലൂയ. അവൾ അവനെ സ്പർശിക്കാൻ ചെല്ലുകയാണ്. അവിടെയാണ് ഒരു ട്വിസ്റ്റിംഗ് യേശു കർത്താവ് അവൾക്ക് കൊടുക്കുന്നത്. ഞാൻ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവാണ്. പഴയതുപോലെ എനിക്ക് നിങ്ങളുടെ കൂടെ മിറക്കിൾസും ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. ഞാൻ പോയിട്ട് എൻ്റെ ആത്മാവിന് പിതാവ് വാഗ്ദത്തം ചെയ്ത് നിങ്ങൾക്ക് അയക്കണമെങ്കിൽ ഞാൻ പോകണം. അതുകൊണ്ട് എന്നെ ഇനി ഇങ്ങനെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കരുത്. അതാണ് നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്ഭുതങ്ങളുടെ യേശു, വാതിൽ തുറക്കുന്ന യേശു, ചാവിയിട്ട തുറക്കുന്ന യേശു. ഷെയിം ഓൺ യു. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അവരോട് വിളിക്കുമ്പോൾ പറയണം, നീ പ്രാർത്ഥിക്കും, നീ മുട്ടുമടക്ക്. അല്ലാതെ വിഷയങ്ങൾക്ക് വേണ്ടി ഉപവസിക്കാനല്ല പറയുന്നത്. എത്രയാണോ നിന്റെ ഭൗതികമായ വീക്ക്നെസ്സും വേദനയും, അത്രയും നിനക്ക് ആത്മീയമായി ദൈവത്തോട് ഡിസ്കണക്റ്റ് ആയെന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ഷോ ഓഫ് ചെയ്യുന്നതാണോ? അല്ലെ ആളുകളുടെ കൂടെ, ഫേമസ് ആയവരുടെ കൂടെ നടക്കുന്നതാണ്? അതിനാണോ യേശു വന്നത് ഇവിടെ? അതിനാണോ ക്രൂശി മരിച്ചത്? 12 ശിഷ്യന്മാരും എങ്ങനെയാണ് മരിച്ചത്? സത്യം അവസാനം വരെയും പറയണം. വെദർ പീപ്പിൾ നമ്മുടെ കൂടെ ഉണ്ടോ ഇല്ലയോ, സത്യം പറയാൻ ധൈര്യമുണ്ടോ? മറിയയ്ക്ക് പഴയ ആ ജീവിതത്തിൽ ഭൗതിക രീതിയിൽ ഇനി യേശു കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല. അത് എർത്തലി റിലേഷൻഷിപ്പ് ആയിരുന്നു. പക്ഷെ യേശു കർത്താവ് പറഞ്ഞത് മുഴുവനും ഹെവൻലി റിലേഷൻഷിപ്പിനെ കുറിച്ച്. പക്ഷെ അവർക്കത് മനസ്സിലായില്ല. ഇനി സ്പിരിച്വൽ റിലേഷൻഷിപ്പാണ്. ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് ഭൗതികമായിട്ടായിരുന്നു യേശു കർത്താവ് അവരുടെ കൂടെ ആയിരുന്ന ബന്ധം. എന്ന് പറഞ്ഞാൽ കൂടെ നടന്നു, ഇരുന്നു, ചിരിച്ചു, കളിച്ചു. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഒരു ആത്മീയ ബന്ധമാണ്. ഇനി അവനെ കാത്തിരിക്കണം, ശുലേംകാരത്തി കാത്തിരിക്കുന്നത് പോലെ. അവൾ കിടക്കമേലും കരയുകയാണ്, അവനെ തേടുകയാണ്, ഇടയനെ. അവൾ എവിടെയാ? അവൾ ചോദിക്കും, നിന്റെ കുഞ്ഞ് ആടുകളെ മേയ്ക്കുന്നത് എവിടെയാണ്? ഞാൻ കണ്ടിട്ടില്ലല്ലോ. അവൻ പറഞ്ഞു, നീ മുഖം മൂടിയവളെ പോലെ ഇരിക്കുന്ന എന്തിനാ? 1:7-8 ഉത്തമഗീതം. നീ ഇടയന്മാരുടെ അടുക്കൽ നിന്റെ കുഞ്ഞാടുകളെ നീ മേയ്ക്കണം, മൂടുപടം ഇട്ടോട് നീ ഇരിക്കാനല്ല. എത്രയോ ആഴത്തിൽ നമ്മൾ എഴുന്നേൽക്കേണ്ട സമയമാണ്. ഈ ലില്ലി ആന്റിക്ക് അറിയാമോ? ഒരു 16-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, റോമാലേഖനം, അവിടെ യൂനിയ എന്ന സ്ത്രീ അപ്പോസ്തലയായിരുന്നെന്ന്. നമ്മൾ കർത്താവിന്റെ ഹൃദയത്തെ അറിഞ്ഞിരുന്നുവെങ്കിലുണ്ടല്ലോ ഇതൊക്കെ ആന്റിക്ക് വെളിപ്പെട്ട് കിട്ടിയതായിരുന്നു. ലില്ലി ആന്റി, പ്രൈസ് ദി ലോർഡ്. നെവർ ഗിവ് അപ്പ്. ലില്ലി ആന്റിക്ക് എന്നെ നല്ലതായിട്ട് അറിയാം. നമ്മുടെ സൂമിൽ വന്നിട്ടുള്ളതാണ് 2000-ൽ. ഹല്ലേലൂയ. 2020-ൽ. പ്രൈസ് ദി ലോർഡ്. യു നോ മീ വെരി വെൽ. സോ നമ്മൾ എവിടെയൊക്കെ ഒന്ന് ട്വിസ്റ്റ് ആകാനുണ്ട്. ഇത് നിങ്ങളെ പേടിപ്പിക്കാനോ, നിങ്ങളെ വിറപ്പിക്കാനോ, നിങ്ങളെ കരയിക്കാനോ അല്ല എന്താ പറയുക, നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാനോ ഒന്നുമല്ല ഞാനിത് പറയുന്നത്. മിറക്കിൾ, ഹീലിംഗ്, ബ്ലെസ്സിങ്, പ്രോസ്പെരിറ്റി, ഇതിനപ്പുറമായിട്ട് ഹല്ലേലൂയ നമുക്കൊന്നും പ്രസംഗിക്കാനില്ല. അത്ഭുതത്തിൻ്റെ യേശു, രോഗശാന്തിയുടെ യേശു, അനുഗ്രഹത്തിൻ്റെ യേശു, സമൃദ്ധിയുടെ യേശു. പക്ഷെ വിരലിലാകുന്ന ചിലരാണ് അവർ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല, കണ്ടെത്തുമായിരിക്കും. ക്രൂശിക്കപ്പെട്ട യേശുവിനെ, ക്രൂസിഫൈഡ് ജീസസ്, റിസറക്റ്റഡ് ജീസസ്, ഉയർത്തെഴുന്നേറ്റ യേശു, ഗ്ലോറിഫൈഡ് ജീസസ്, മഹത്വപ്പെട്ട യേശു, ഹോളി ജീസസ്, വിശുദ്ധ യേശു, റെയിനിങ് കിങ് ജീസസ്, രാജാതിരാജനായ യേശു. അവിടെ വാഴാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രയൽ ബേസ് ആണ് ഇവിടെ നിന്നും. നിത്യത നിന്റെ ഉള്ളത്തിൽ തന്നിരിക്കുന്നു.
എല്ലാവരെയും നമ്മൾ കൊണ്ടുവന്നു കേട്ടോ, ശരിയാ. അനേക പേരെ നമ്മൾ കൊണ്ടുവന്നു. ഈ ദേവദാസനും പാസ്റ്ററോടും ചോദിക്കുകയാണ്, എല്ലാവരും 4 പേരോടും കൂടിയാണ് ചോദിക്കുന്നത്. നിങ്ങൾ സ്വയം ശോധന ചെയ്യേണ്ട സമയമാണ്. അത്ഭുതത്തിൻ്റെ യേശു അല്ല, അനുഗ്രഹങ്ങളുടെ യേശു അല്ല, അതിനേക്കാൾ ബിയോണ്ട്. ദൈവം വചനത്തെ ഉറപ്പിക്കാനായി പല മിറാക്കിളും ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനെ ഫോക്കസ് ചെയ്യാനല്ല. ഒന്ന്, അവരാഗ്രഹിക്കാത്ത എന്താണെന്നറിയാമോ? ഡൈയിങ് ടു സെൽഫ്. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ആഗ്രഹിച്ചാൽ തന്നെ താൻ പരിത്യജിച്ച് തൻ്റെ ക്രൂശുമെടുത്ത് തൻ്റെ പിന്നാലെ വരാനാണ്. നമുക്ക് സ്വയം ഒന്ന് നമ്മളെ തന്നെ ഒന്ന് മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അതില്ല. അത് പഠിപ്പിക്കുന്നില്ല, വിശുദ്ധി പഠിപ്പിക്കുന്നില്ല, അനുസരണം പഠിപ്പിക്കുന്നില്ല, ക്യാരിങ് ദ ക്രൂശ് ചുമക്കാൻ പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ തന്നെ പറ. അതുകൊണ്ടാണ് എഫ്രൈം പോലെ പലരും ആത്മീയ യുദ്ധത്തിൽ പിന്നോട്ട് പോകുന്നത്. നമ്മളിൽ എത്ര നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് യുദ്ധം ചെയ്യാൻ അറിയാമോ? ഇനിയുള്ള തലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ, മാസങ്ങൾ, അല്ലെങ്കിൽ വർഷം ഫിനിഷ്, എൻഡ് ടൈമിൽ നിൽക്കുകയാണ്. നമ്മളുടെ ജീവൻ എത്ര ദിവസമുണ്ടോ നമുക്കറിയില്ല. നല്ല പോർ പൊരുതി ഓട്ടം തികയ്ക്കണം. 2 കൊരിന്ത്യർ ലേഖനത്തിലെ 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പൗലോസ് ആഴത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ നമുക്ക് തരുന്നുണ്ട്. ഞാൻ ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞു, പക്ഷെ ഇനി ഞാൻ അറിയുന്നില്ല അവനെ അങ്ങനെ. ദോ വി ഹാവ് നോൺ ക്രൈസ്റ്റ് ആഫ്റ്റർ ദ ഫ്ലെഷ്, യെറ്റ് നൗ ഹെൻസ്ഫോർത്ത് നോ വി ഹിം നോ മോർ. അർത്ഥം എന്ന് പറയുന്നത്, യേശുവിനെ കുറിച്ചുള്ള പുറമേയുള്ള ബോധത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ പറയണ, ഇപ്പം ഞാൻ എൻ്റെ ഹൃദയത്തിൽ ആ ചൂടടയാളം, ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞു, ആ ചൂടടയാളം ഞാൻ വഹിക്കുകയാണ്. എന്നെ ഒന്നും പറയരുത്. നമ്മളിൽ എത്ര പേർക്ക് യഥാർത്ഥമായിട്ട് ആ എസൻസിലേക്ക് വന്ന ഒരു മറ്റൊരാളുടെ അടുത്ത് പ്രെയർ റിക്വസ്റ്റിന് പോകത്തില്ല. ദാറ്റ് ഈസ് 100% ഷുർ. നിങ്ങൾ പ്രെയർ റിക്വസ്റ്റ് ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മറ്റൊരാളെ അപ്രോച്ച് ചെയ്യും, ദാറ്റ് മീൻസ് കർത്താവിനെ അറിയേണ്ടതുപോലെ നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. നമ്മൾ പ്രശ്നങ്ങളുടെ സൊല്യൂഷന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ അവസാനം ഇവിടെ സെമിട്രി വരെയും നിങ്ങൾ പോയിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ അവിടെ വണ്ടി കയറി, ഇവിടെ ഫ്ലൈറ്റ് കയറി, ഇവിടെ ട്രെയിൻ കയറി, അവിടെ ഇവിടെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആശ്രയിക്കുന്നവർക്ക് നല്ലത് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? അവർ ലോകത്തെയാണ് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ആത്മാവിൽ, പരിശുദ്ധാത്മാവിലൂടെ, അനുസരണത്തിലൂടെ, ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയിലൂടെ, ത്രൂ റിസറക്ഷൻ പവറിലൂടെ, ഒബീഡിയൻസിലൂടെ, പരിശുദ്ധ ഹോളി സ്പിരിറ്റിലൂടെ, സ്പിരിച്വലി നമ്മുടെ ജനത്തിന് നടക്കാം. അവർക്ക് അറിയാമോ? ഒറ്റയ്ക്ക് ഇന്റർനെറ്റ് നിന്നുപോകും, മീഡിയ നിന്നുപോകും, സകലവും നിന്നുപോകും. UAE ആദ്യമായിട്ട് സൂം മീറ്റിംഗ് പ്രെയർ സ്റ്റാർട്ട് ചെയ്തതാണ് ഞാൻ. ഇന്ന് ലോകം മുഴുവൻ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം മാറും. ഞാൻ അവസാനമായിട്ട് ഈ ഒരു സന്ദേശം കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എഫ്രൈമിന് ആയുധമുണ്ടായിരുന്നു, പക്ഷേ അവർക്ക് ചഞ്ചലപ്പെട്ടൊരു ഹൃദയമുള്ളതാണ് അവർക്ക് യുദ്ധം ചെയ്യാൻ പറ്റാതെ പോയത്. നമ്മുടെ മക്കൾക്കും നമ്മൾ വളർത്തുന്നവർക്ക്, നമ്മുടെ സഹോദരങ്ങൾ, നിന്നെപ്പോലെ നിന്റെ സഹോദരനെ സ്നേഹിക്കാൻ പറഞ്ഞു. എങ്ങനെയാണ് നിന്നെപ്പോലെ നിന്റെ സഹോദരനെ സ്നേഹിക്കുന്നത്? നമ്മളെ ഗലാത്യ ലേഖനം 5 ഇന്നലെ ഗ്രഹിച്ചതാണ്. കാരണം നിന്നെപ്പോലെ തന്നെ യേശു പഠിപ്പിച്ചു. യേശു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് ആ സ്നേഹമെന്ന്. ആ സ്നേഹം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കാനാണ് പറഞ്ഞത്. നമ്മളെങ്ങനെയാണ്? മാനുഷിക സ്നേഹമാണ്, ഫ്ലഷിൻ്റെ സ്നേഹമാണ്. എൻ്റെ കൊച്ചുമോനായതുകൊണ്ട് സ്നേഹിക്കുന്നു, എൻ്റെ മോളായത് എന്നെ സ്നേഹിച്ചത് കൊണ്ട് സ്നേഹിക്കുന്നു. ആദ്യ സ്നേഹത്തിലേക്ക് നമ്മൾ മടങ്ങി വരിക. എല്ലാവരെയും യുദ്ധത്തിന് വേണ്ടി ഒരുക്കുക. ഇനി ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഐ എം നോട്ട് ബ്ലെയിമിങ് ഓൺ യു എനിവൺ. എല്ലാവരോടും പറയാണ്, നിങ്ങൾ എഴുന്നേൽക്കുക, എല്ലാ കോൺഗ്രിഗേഷനെയും ഉണർത്തുക. നിങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞിരിക്കാതെ, പ്രെയർ റിക്വസ്റ്റും പറഞ്ഞുകൊണ്ട് നടക്കാതെ, നട്ടലുള്ളവരായിട്ട് ജാതികളുടെ മുൻപിൽ ദൈവത്തിന്റെ നാമം ദുഷിക്കാതെ വേണം അവസാനം വരെ പിടിച്ചു നിൽക്കാൻ പറയണം. മറിയയുടെ ആഴമുള്ള സ്നേഹത്തിലേക്ക് വരാനായിട്ട് അവരെ എംപവർ ചെയ്യണം. അവരെ ആത്മീയ ബന്ധത്തിലേക്ക് വിളിക്കണം, കൊണ്ടുവരണം. മിറക്കിളിന്റെയും ഹീലിംഗിന്റെയും ആ പ്രൊവൈഡറിന്റെ, യേശു പ്രൊവൈഡറാ. ആരോട് ചോദിച്ചാലും ഇവരെല്ലാം ഇത് തന്നെയാണ് പറയുന്നത്. രോഗശാന്തി, അത്ഭുതങ്ങളും, അത് എവിടെ പോയാലും, അമൃതാനന്ദമായി എടുത്തു പോയാലും ഉണ്ട് മിറക്കിൾസ്. നമ്മുടെ കർത്താവ് വ്യത്യാസമുണ്ട്. കാരണം ഒരുവന്റെ ഉള്ളത്തിലേക്ക് വന്നാൽ അവനെ ടോട്ടലി മാറ്റും. ഹി വിൽ ചേഞ്ച് ഹിസ് ക്യാരക്ടർ. ആ ക്യാരക്ടറിനകത്തുള്ളതാണ് റിലേഷൻഷിപ്പ്. ആ റിലേഷൻഷിപ്പ്, ആ ഹൃദയത്തെ സകല ജാഗ്രതയോട് കാത്തില്ലെങ്കിൽ എല്ലാവരും വീണുപോകും. അതുകൊണ്ട് എല്ലാവരോടുമുള്ള ആഹ്വാനമാണ്, നിങ്ങൾ ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ടോ, വ്യക്തിപരമായി ഇവരെയൊക്കെ നിങ്ങൾക്ക് ഭയങ്കര സ്നേഹമായിരിക്കും, ഈ കാണുന്നവരെയൊക്കെ. പക്ഷേ അതൊന്നും നിത്യതയിലേക്ക് പോകാൻ
ആ ഹെവൻലി അറ്റ്മോസ്ഫിയറിലേക്ക് ഇതൊന്നും നമ്മളെ നയിക്കത്തില്ല. നമ്മുടെ ഹൃദയത്തെ സകല ജാഗ്രതയോടും കാണണം. ജീവന്റെ ഉത്ഭവം അവിടെ നിന്നാണ്. ഈ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി? നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടാനല്ല, എന്നെ ഏൽപ്പിച്ച കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ടൈമിൽ ടു എംപവർ എവ്രി വൺ. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങളൊന്ന് ഉണരുക, നിങ്ങൾ എഴുന്നേൽക്കുക, എല്ലാവരും ഒന്നുകൂടെ സടകുടിഞ്ഞ് എഴുന്നേൽപ്പിക്കുക. കേരളത്തിലെ ജനതയെ അവരെ ഒറ്റയ്ക്കായിരിക്കും ഒരു സ്ത്രീ വന്നത്, അല്ലെങ്കിൽ ഒറ്റയ്ക്കായിരിക്കും ഒരു പുരുഷൻ വന്നത്. അവരെ മറ്റു രീതിയിൽ കുടുംബത്തിൽ അല്ലെങ്കിൽ എന്തൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവമായിട്ട് ദൈവത്തിന് അസാധ്യമേ ഒന്നുമില്ല. ഹല്ലേലൂയ. ഒരു ഉണർവിന്റെ കാറ്റ്. ഈ ബ്ലെസ്സിങ്ങിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദേവദാസന്മാരെ, നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾ വിളിക്കുന്നത് എന്നാ പിന്നെ അമൃതാനന്ദമയെ അടുത്തോട്ട് വിട്ടാൽ പോലെ ഇതിനെയല്ല. പക്ഷെ യേശുവിന്റെ കൺസെപ്റ്റ് വേറെയാണ്. അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാ ദേവദാസന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെല്ലാവരും നിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നപ്പാ. ഹല്ലേലൂയ. നിന്നാൽ ഞങ്ങൾ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, ദൈവത്താൽ ഞങ്ങൾ മതിൽ ചാടിക്കടന്നു. കർത്താവേ, നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, യോസഫ് തൻ്റെ മക്കളെ മനശ്ശയെയും എഫ്രൈമിനെയും യാക്കോബിൻ്റെ അടുക്കൽ, തൻ്റെ പിതാവിൻ്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ പിതാവ് എഫ്രൈമിനെയാണല്ലോ കർത്താവെ അനുഗ്രഹിച്ചത്. യോസഫ് അത് കറക്റ്റ് ചെയ്യാൻ നോക്കുമ്പോഴും യാക്കോബ് പറഞ്ഞു, ഐ നോ വാട്ട് ഐ ആം ഡൂയിങ്, ഐ നോ ഇറ്റ് മൈ സൺ, ഐ നോ ഇറ്റ്. ഉൽപ്പത്തി പുസ്തകം 48 അധ്യായത്തിൻ്റെ 19 വാക്യത്തിൽ the God had chosen Ephraim for greater faithfulness and influence. കർത്താവേ, ഹല്ലേലൂയ. പക്ഷേ അവൻ ആ ദൗത്യത്തെ മറന്നു. ഹോശിയ 4:17 പറയുന്നില്ലേ, എഫ്രൈം വിഗ്രഹങ്ങളോടുകൂടെ ചേർന്നിരിക്കുന്നു, അവനെ വിട്ടേക്കുക എന്ന്. ഏറ്റവും വലിയ സാഡസ്റ്റ് വേഴ്സ്. ഹല്ലേലൂയ. അത്രമാത്രം അവർ ദൈവത്തോട് വിട്ടുപോയി, കാണുന്നതിനെ വിശ്വസിക്കുവാൻ തുടങ്ങിയല്ലോ. ഇനി ഒരു തിരുത്തൽ പോലും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കർത്താവേ, നിന്റെ ജനത്തെ നീ അറിയുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ പുതിയ നിയമത്തിന്റെ അവകാശികളാകുന്നു. കർത്താവേ, പ്ലഷറിനും പ്രൈഡിനും മിനിസ്ട്രിക്കും റിലേഷൻഷിപ്പിനും സെൽഫ് ലൈഫിനും വേൾഡി ഐഡന്റിറ്റിക്കും മണിക്കും വേണ്ടിയിട്ട് ഓടുന്ന എല്ലാ ദേവദാസന്മാരെയും നിന്റെ കരത്തിൽ തരുന്നു കർത്താവേ. ഹല്ലേലൂയ. ഈ ഭൂമിയിലുള്ളതിനപ്പുറമായി മറിയ ഗ്രഹിച്ചതുപോലെ ഒരു ആഴമുള്ള സ്നേഹം സഭയെ വാർത്തെടുക്കാൻ ഈ ദേവദാസന്മാരെ, ദാസികളെ സഹായിക്കണമേ കർത്താവേ. ഹോശേയുടെ പുസ്തകം 7 അധ്യായത്തിന്റെ 8 വാക്യത്തിൽ പറയുന്ന പോലെ വിശുദ്ധിയും വേർപാടും നഷ്ടപ്പെട്ട ഒരു എഫ്രൈം. ഹല്ലേലൂയ. they lost separation and holiness. ഹല്ലേലൂയ. കർത്താവേ, നിരജനത്തോട് കരുണ തോന്നണമേ കർത്താവേ. ആഴത്തിൽ നിന്നെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ ഒരു ഇൻസ്പിറേഷൻ ആകട്ടെ ഈ സഭകൾ. എല്ലാവരും വിശുദ്ധിയിലേക്ക് ഉയർത്തെഴുന്നേറ്റ് യേശുവിലേക്ക്, ആത്മീയമായ പക്വതയിലേക്ക്, ക്രിസ്തുവുമായുള്ള യഥാർത്ഥ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുവാൻ ഇവരെയൊക്കെ സഹായിക്കണമേ. പാസ്റ്റർ എന്ന് പറഞ്ഞാൽ പിതാവിന്റെ മനസ്സറിഞ്ഞവനാണ് പാസ്റ്റർ. ഹല്ലേലൂയ. യൂനിയാവ് എന്ന സ്ത്രീ അപ്പോസ്തലയായിട്ടുണ്ടെങ്കിൽ സഭയിൽ 1ാമത് അപ്പോസ്തലയായിരിക്കുന്നു. ഹല്ലേലൂയ. അനേക സഹോദരിമാർ എൻ ടൈമിൽ എഴുന്നേൽക്കട്ടെ, ആ ദൗത്യത്തിലേക്ക് എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. ഹുറബാലബ ശംദരേ റേഖുനിയാസ്. ഒരു റിവൈവൽ ഉണ്ടാകട്ടെ, യഥാർത്ഥ സ്നേഹത്തിലുള്ള റിവൈവൽ ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഐ ബ്ലസ് എവരിവൺ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എല്ലാവരും ഉൾക്കണ്ണുകൾ തുറക്കട്ടെ, അന്ധകാരം മാറിപ്പോകട്ടെ, പ്രകാശം ആദ്യ സ്നേഹത്തിലേക്ക് എല്ലാവരും ഇറങ്ങി വരട്ടെ, കടന്നു വരട്ടെ. നീയുമായിട്ടുള്ള ബന്ധം, പരിശുദ്ധാത്മാവിൽ നടക്കുന്ന ഒരു ജീവിതം കർത്താവേ എല്ലാവർക്കും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവഭയത്തെ എല്ലാ ദേവദാസന്മാരുടെ മേലും സഭയുടെ മേലും അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ആ ഈറ്റുനോവിന്റെ ആരംഭത്തിന്റെ ഒരു 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 സുബോധം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. We take victory in the name of Jesus Christ. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. നെവർ ഗീവ് അപ്പ് മക്കളെ. God has a great plan about you. നമ്മുടെ ഫോൺ നമ്പർ 00971557079031. വേറെ ഒരു ബ്ലെസ്സിങ്ങിനോ പ്രാർത്ഥനാ വിഷയത്തിനോ ഒന്നും വേണ്ടിയിട്ടല്ല, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള നമ്പറാണ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ നടത്തട്ടെ. ഗോഡ് ബ്ലെസ് യു. നെവർ ഗീവ് അപ്പ്. ട്രാപ്പുകളിൽ നിന്നും നിങ്ങൾ ഓടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മറിയെപ്പോലെ ഓടി വരിക. എഫ്രൈമിനെ പോലെ തോറ്റവരായിരിക്കരുത്. യുദ്ധത്തിനുള്ള എല്ലാം അറിയാം. അവരേത് ജനറേഷനിൽ നിന്നാണ് വരുന്നത്? അബ്രഹാമിൻ്റെ സന്തതികളാണ്. ഹല്ലേലൂയ. പക്ഷെ അവർ യുദ്ധം അറിഞ്ഞിട്ടും അവർ മിണ്ടാതിരിക്കുകയാണ്. കാരണം വിഗ്രഹങ്ങളുടെ പുറകെ പോയതുകൊണ്ട്. ആ മറിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ പോലും കെട്ടിപ്പിടിക്കുവാൻ ചെല്ലുന്ന മറിയോട് യേശു പറഞ്ഞു,
ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എൻ്റെ ആത്മാവിനെ ഞാൻ അയക്കും പിതാവ്. കാത്തിരിക്കുക. അവനോട് ചേർന്ന് നടക്കുന്ന അന്ത്യകാലത്തിൽ ഒരു ജനത എഴുന്നേൽക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.